അപ്പം നമ്മുടെ തീർത്ഥയാത്രയിലെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പഴനിയിലാണ്. പാലാഴിമഠം എന്ന ആ ഒരു സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണിത്. അവിടെ കുതിരനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ കൂടുതലും കുതിരവണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പൂക്കൾ, പുഷ്പങ്ങൾ, പിന്നെ ആളുകൾ വണ്ടിയിലുണ്ടോ പുല്ലുകൾ, മൃഗങ്ങൾക്കുള്ള പുല്ലുകളൊക്കെ അരിഞ്ഞു കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുതിരേനെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു ഹാളിൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അതായത് ഫ്രണ്ട് തന്നെ പാലാഴിമഠം, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റോട്ടിൽ കൂടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ മോനാണ് കേട്ടത്, മോന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കണ്ടോ നമ്മൾ പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അനിയത്തിൻ്റെ ഭർത്താവ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഭയങ്കര ചൂട്, കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഞാനിത് സൈഡിൽ കൂടെ പോയിട്ട് എടുത്താട്ടോ. എന്തൊരു ഭംഗിയാരോ, ഒരു പിങ്ക് കളറുള്ള പൂവ് കോത്ത് മാല കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ പോന്നിട്ടുള്ള കുഞ്ഞാവേ കേട്ടത്. നമ്മൾ കുറച്ച് ദൂരം പോയി അവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കുക. രണ്ടാമത്തെ കുഞ്ഞാവ കേട്ടത്, ആ മുടി മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഹായൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ വരുന്ന വഴി ബിരിയാണി ആട്ടം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളവിടെ ഒരു കോളേജ്, പൊള്ളാച്ചി കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു തണലിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വണ്ടിയൊക്കെ നിർത്തിയത്. അപ്പം നമ്മളിതാ ചിക്കനൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളുള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഇതാ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഉള്ളി നന്നാക്കുന്ന, അതിലേക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചി, പച്ചമുളക് എല്ലതും ചതയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഉള്ളി അരിയുന്ന സമയത്ത് കരയുന്ന ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നേ. അപ്പം നമുക്കൊരു തണൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്തിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച്. നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോരുന്നത്. കാരണം നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും പിടിച്ചോണമെന്നില്ല. അപ്പം നമ്മൾ ലൈറ്റ് ഫുഡാണെങ്കിലും നമ്മളതൊക്കെ കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം നമ്മൾ പോരുന്ന ബസ്സാണ് കേട്ടോ. ബട്ടർഫ്ലൈ എന്നാണ് ബസ്സിൻ്റെ പേര്. അപ്പോൾ അവർ ഓമശ്ശേരിയിലുള്ള ആ ഒരു ബസ്സാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾ, ബിരിയാണീൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ ഡ്രൈവറാണ് അവിടെ 2 പേര് ഇരിക്കുന്നതുള്ളത്. നമ്മുടെ ഗ്യാസ് ഓഫായി പോയിട്ടുണ്ട്, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ എടുക്കുകയാണേ. ഭയങ്കര ഹാപ്പിയായി, എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശമൊക്കെ ചില ഫുഡ് ബിരിയാണി കഴിക്കാത്തവർക്ക് സാദാ ചോറും ഉണ്ടാക്കി, അതുപോലേക്ക് ഒരു തക്കാളിക്കറിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഏകദേശം അതായതിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മളിത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഓരോ വണ്ടിക്കാരിങ്ങനെ സൈഡാക്കി നിർത്തി പോയി കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല കേട്ടോ, അവിടെ ഭയങ്കര ചൂടാണ്. ഈ ഒരു സമയത്തൊന്നും നമുക്ക് ഈ ഒരു ട്രിപ്പ് പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത്രയും ചൂടാണ്. 45 ഡിഗ്രിയാണ്. പാലക്കാടായാലും പൊള്ളാച്ചി ആ ഭാഗത്തേക്കൊക്കെ ഭയങ്കര ചൂടാണ്. നമുക്ക് ചെരുപ്പ് അഴിച്ചിട്ട് കാലൊന്ന് പുറത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വിശന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് പെട്ടെന്നാവട്ടെ എന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതാ വേഗം തയ്യാറാക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ബിരിയാണി ഏകദേശം റെഡിയായി, തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴി കുറച്ച് ചിക്കൻ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാത്രിയിലേക്കുള്ള പുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു കറിയും കൂടെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിഞ്ചി പച്ചമുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഏകദേശം ദമ്മിടാനായിട്ടോ. റൈസ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മസാല കൂട്ടിയ ശേഷം റൈസ് അതിലേക്ക് ദമ്മിടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ള സമയം കേട്ടോ. അപ്പോൾ എന്തായാലും ദമ്മ് കൂടുതൽ സമയം ഇട്ടിട്ടില്ല. ഒരു 10-15 മിനിറ്റ് സിമ്മാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് കഴിക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ റോഡ് വക്ക് തന്നെയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ നമ്മുടെ കാറ്റാടിപ്പാടാട്ടോ ഈ കാണുന്നത്. ഒരുപാട് കാലുകൾ വെച്ചിട്ട് അതിൻ്റെ മേലെ ഭീമാകാരമായ ഫാനുകളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ടാറ്റാ ബൈ, സി യു.